ബാക്കി വിശേഷം അങ്ങനെ ഞാനും ഇരുന്നു. നമ്മൾ ചായയൊക്കെ കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, നമ്മുടെ തോടാ ബേബി, അവനാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല, പക്ഷേ അവന് സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. എനിവേസ് അവനും ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ നമ്മൾ ഒഴിച്ചു. എനിക്ക് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഒന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ മിൽക്ക് കോഫി ആക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് ഇട്ടു ഗൈസ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ കട്ടൊക്കെ ഒഴിവാക്കിയായിരുന്നു. അത് കാരണം പഞ്ചസാരയും ഇട്ടു. ബൈ വെക്കേഷൻ മൂഡ് ഓൺ നെയിൽ പോളിഷ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല ഇളക്കലായിരുന്നു അവിടെ ഇരുന്ന്. ആൻഡ് ഈ കേക്ക് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ, എൻ്റെ മാമൻ്റെ വൈഫിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എസ്തെറ്റിക്സ് എനിക്ക് എന്നൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രോബെറിയും കൂടി വെച്ചൊന്ന് അലങ്കരിച്ചു, എന്നിട്ട് കഴിച്ചു. ആൻഡ് ഇത് ഞാൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ, അപ്പം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ആൻഡ് അത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് പ്ലേയിങ് വിത്ത് തോടാ ബേബി. അവനിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഒരു വെക്കേഷൻ എടുത്തൊരു 20 ഡേയ്സ് പോയപ്പോൾ അത്രയ്ക്ക് റിഫ്രഷിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ഫ്രഷ്നെസ്സും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ എന്താ പറയുക, സൂര്യൻ ഉണ്ടെങ്കിലും ആ ഒരു തണുപ്പും ഒക്കെ രസമായിരുന്നു. ആൻഡ് എൻ്റെ ഇവിടുത്തെ ഒരു കമ്പാനിയൻ എന്ന് പറയുന്നത് തന്നെ തോടാ ബേബി ആയിരുന്നു. സോ അവനായിട്ട് ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചില്ലേ, സോ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അവനായിട്ട് ഓടിക്കളിച്ച് നടക്കുമായിരുന്നു.